ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ചില്ലി ചിക്കനാണ്. ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതൊരു ഓതൻറ്റിക് ചൈനീസ് പ്രിപ്പറേഷൻ അല്ല, ഇതൊരു ഇൻഡോ ചൈനീസ് പ്രിപ്പറേഷൻ ആണ്. മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. ഞാനൊരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോണോട് കൂടിയ ചിക്കൻ ഉപയോഗിക്കാം. ഞാൻ നല്ലപോലെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ എപ്പോഴും നമ്മൾ വീട്ടിൽ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൗഡറിന് ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചിക്കൻ കഴുകി എടുക്കുമ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. വെള്ളം ഉണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഓവർ വെള്ളമായി പോകും. ഇനി നമുക്കിതൊരു മിനിമം 30 മിനിറ്റ് നേരം, ഒരു 30 മിനിറ്റ്സ് നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ്റെ ഈ ഗ്രീൻ പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗാർണിഷ് ചെയ്യാനും, ഈ വൈറ്റ് പാർട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. സ്പ്രിംഗ് ഒനിയൻ ഞാനിങ്ങനെ 2 പാർട്ടായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒനിയൻ ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതിങ്ങനെ ഓരോന്നോരോന്ന് പൊളിച്ച് സെപ്പറേറ്റ് ചെയ്തിടണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒനിയൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഏകദേശം ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ക്യാപ്സിക്കം കുറച്ച് വലുപ്പത്തിൽ നമ്മളിങ്ങനെ ഡൈസ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ട്രയാങ്കിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുറച്ച് വലുപ്പം ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. 2 മീഡിയം സൈസ് പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചി ഏകദേശം ഒരു 1 ഇഞ്ച് നീളമുള്ള പീസാണ്. ഇതിനെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. വെളുത്തുള്ളി ഒരു 10 അല്ലിയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺ സ്റ്റാർച്ചാണ്. ഇതിനു വേണ്ടി നമ്മളൊരു 1/4 കപ്പ് വെള്ളത്തിൽ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത് നമ്മുടെ ചില്ലി ചിക്കനെ തിക്കൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചില്ലി ചിക്കൻ നല്ലപോലെ കൊഴുപ്പുള്ളതായി മാറും. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറോളമായി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കത് എണ്ണ ചൂടാക്കി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. റിഫൈൻഡ് ഓയിൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത ഓയിൽ. ഒരിക്കലും ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ഏകദേശം ചൂടായി, നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് ആയിട്ട് ഏകദേശം 1 മിനിറ്റോളം നമ്മളൊരു നല്ല ഫ്ലെയിമിൽ തന്നെ നല്ല ചൂടിൽ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്നൊരു മീഡിയം ലെവലിലേക്ക് വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റായി. ഞാനൊന്ന് തീ മീഡിയം ലെവലിലേക്ക് ആക്കണം. ഇപ്പോൾ ഏകദേശം കുറച്ചായിട്ടുണ്ട്, പകുതിയോളമായി. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഞാനിപ്പോൾ ഇത് കോരിയെടുക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാനിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കണം. ഈ ചൈനീസ് കുക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹൈ ഫ്ലെയിമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡി ആക്കി തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കണം. നമുക്കത് എടുക്കാൻ പോകാനൊന്നും സമയം കിട്ടത്തില്ല. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവാതെ പോകുന്നതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇന്ത്യൻ സ്റ്റൈലിൽ ലോ ഫ്ലെയിമിൽ വളരെ സമയമൊക്കെ എടുത്ത് അങ്ങ് കുക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടുന്നില്ല. ഇത് വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ പുറം ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് വേകാനേ പാടുള്ളൂ. ഹൈ ഫ്ലെയിം ആയിരിക്കണം, വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരു 10 സെക്കൻഡ് നേരം നമ്മളൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ അതിലേക്കാണ്. ഉടനെ തന്നെ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒനിയൻ, ഡൈസ് ചെയ്ത ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ്റെ ബോട്ടം പാർട്ടുണ്ടല്ലോ, ആ വൈറ്റ് പാർട്ട്, അത് അത്ര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓർക്ക് ഹൈ ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത്. തീ ഒട്ടും കുറച്ച് വെക്കാൻ പാടില്ല. ഏകദേശം നമുക്കൊരു 1 to 2 മിനിറ്റ്സ് ഇളക്കി കൊടുക്കാം. എത്ര ഫ്ലെയിമിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് സമയമായി. ഞാൻ ഇനി അതിലേക്ക്
1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്ര ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ താഴെയാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ താഴെ ഇട്ടിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പിന്നീട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ സമയം കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണാണ് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിപ്പോൾ ഞാനൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമ്മളിപ്പം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്, നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം വരെ ഒഴിക്കാം. ഇനി ഗ്രേവി കുറവായിട്ട് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാം. ഇനി നമ്മൾ നേരത്തെ കുറച്ച് കോൺസ്റ്റാർച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റാർച്ച്. ആ കോൺസ്റ്റാർച്ച് അതിലേക്ക് ഒഴിക്കുക. അതിങ്ങനെ റൗണ്ട് ചെയ്ത് വേണം ഒഴിക്കുക. അത് ഒഴിച്ച പടം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഫ്ലെയിം ഒന്നും ഒരിടത്തും കുറയ്ക്കുന്നില്ല. ഫ്ലെയിം ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഫ്ലെയിമിലാണ്, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തത്. കോൺസ്റ്റാർച്ചോട് ഒഴിച്ച് നന്നായിട്ട് ഇളകുമ്പോൾ ഇതുണ്ട്. ഇതിപ്പോൾ നല്ല കൊഴുത്ത് വന്നതാണ്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കറക്റ്റാണ്. ചില്ലി ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 1-2 ടിപ്സ് കൂടെ പറയാം. ഒന്ന്, സോസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് പല സ്ഥലത്തും പല ബ്രാൻഡിൻ്റെ സോസ് ആയിരിക്കും. ചിലതിന് ഉപ്പ് കൂടുതലായിരിക്കും, ചിലതിന് പുളി കൂടുതലായിരിക്കും, ചിലതിന് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഫൈനൽ സ്റ്റേജിൽ ഒരല്പം ഷുഗർ, ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇപ്പോൾ പുളി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്തോളും. ഒരിക്കലും ഷുഗറിൻ്റെ മധുരം ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് ആഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ മാൻഡേറ്ററി അല്ല, ഓപ്ഷനിലാണ്. എനിക്ക് അവൈലബിൾ ആയിരുന്നു, ഞാൻ ഇട്ടു. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇടേണ്ട കാര്യമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് മല്ലിയില ചോപ്പ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം കോൺഫ്ലോർ ആണ്. നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോട്ടിങ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫ്ലോർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരെ അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഫോളോ മീ ഓൺ Instagram and Facebook. Please subscribe to the channel. Hope to see you with another video. Thanks for watching.